അതിൻ്റെ ശക്തി കുറച്ച് കൊണ്ടുവരുന്ന മറ്റുള്ള പൂജകളും കൂടി അതിന് കൂട്ടി യോജിപ്പിച്ചാണ് ചെയ്യുക. അതല്ലാണ്ട് ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ സംഗതി ആകെ വഷളാവും. ദുർബാധകൾ, അതേമാതിരി ശത്രുദോഷങ്ങൾ, മറ്റുള്ള ആഭിചാരങ്ങളൊക്കെ ഒഴിവാക്കാനും അതിൽ നിന്നും മുക്തി നേടാനാണ് ഇത് ചെയ്യുന്നത്. പല ആൾക്കാരും നശിച്ചു പോകണം. കാരണം ആസ്പത്രി കേസ് മറ്റുള്ള നമുക്ക് ചികിത്സയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ അതിലാണ് മേഡം നേരത്തെ പറഞ്ഞ പൂജ എന്ന് പറയുന്ന പ്രത്യേകത. അതിൽ പ്രധാന സംഭവം ഒരു പൂജ അയാൾക്ക് ദോഷം മാറാൻ, ഒരു പൂജ അയാൾക്ക് കാര്യസാധ്യത്തിന്. ഇപ്പോൾ ഗണപതി ഹോമം എന്ന് പറഞ്ഞ സംബന്ധിച്ച കാര്യസാധ്യമാണ്. പൂജകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എനർജി വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാന ആരാധനാ രീതിയാണ്. സായി സർ, ഓക്കെ, നമസ്കാരം. നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. താങ്കളൊരു ശില്പിയാണ്, നടനാണ്, അതിനേക്കാളൊക്കെ ഉപരി ജ്യോതിഷത്തിലൊരു പണ്ഡിതനും കൂടിയാണ്. അപ്പോൾ ഈ പൂജകൾ എന്ന് പറയുന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനർജി, നമ്മുടെ ജീവിതത്തിലേക്ക് എനർജി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു ആരാധനാ മാർഗമാണ്. പക്ഷേ ഇത് അന്യ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്, കർണാടക, ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് വളരെയേറെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ. എന്തുകൊണ്ടാണ് നമുക്കതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്തത്? ഇതിൻ്റെ ഒരു സാങ്കേതിക വശം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇതൊരു പേടിയോടുകൂടിയാണ് കാണുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നതോ അല്ല നമ്മളൊരു പൂജ ചെയ്യിക്കുന്നതോ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ഈഗോ, ഒരു കോംപ്ലക്സ് കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വളരെ അപൂർവം ആൾക്കാർക്ക്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് വെച്ചാൽ പല സ്ഥലത്തും വളരെ രഹസ്യമായി ഗോപ്യമായ രീതിയിലാണ് പൂജ ചെയ്യുന്നത്. എന്നാൽ തമിഴ്നാട് മറ്റുള്ള സ്റ്റേറ്റിൽ അങ്ങനെയല്ല. അവിടെ ഒരു ഏരിയയിൽ ഒരു പൂജ ചെയ്യുമ്പോൾ ആ പൂജൻ്റെ തൊട്ടടുത്തുള്ളൊരു 15 വീടുകൾ ഈ പൂജയ്ക്ക് അവർ പങ്കെടുപ്പിക്കും. അത് എൻ്റെ അനുഭവമാണ്. അപ്പം അവരുടെ അടുത്ത് എല്ലാ ദിക്കിലും അവരുടെ വീട്ടിൽ എല്ലായിടത്തിലും പോയി പറയും, ഇങ്ങനെ പൂജയുണ്ട് എൻ്റെ വീട്ടിൽ, നിങ്ങളെല്ലാവരും വരണം. അങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും വന്ന് അതിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് അതിലെല്ലാം പങ്കെടുക്കും. കാരണം അവരെ ഒരു വിഷയം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് പൂജ ചെയ്യുമ്പം എല്ലാവരും പങ്കെടുത്ത് കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ എല്ലാവരും പങ്കെടുക്കും. അങ്ങനെ ഒരു ഒന്നായിട്ടുള്ളൊരു വിഷയമാണ് അവിടെ സംഭവിക്കുന്നത്. ഐക്യം മാത്രമല്ല, അതിലൊരു എനർജി ലെവൽ കൂടും. കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് പൂജ ചെയ്യുമ്പോൾ നമ്മളവിടെ പങ്കെടുക്കുമ്പോൾ അയാൾ ചെലവിലാണെങ്കിലും കൂടിയിട്ട് അവിടെ പങ്കെടുക്കുക എന്നുള്ളൊരു സന്തോഷം. രണ്ടാമത്തെ അയൽവക്കക്കാർ കൂടി കുറച്ചും കൂടി സഹകരണം വരുന്നു. അപ്പോൾ തൊട്ട അയൽവക്കത്ത് അടുത്ത പൂജ ചെയ്യുമ്പോൾ ഇവർക്കും പങ്കെടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ വിഷയം എന്താ വെച്ചാൽ കേരളത്തിൽ പൂജ ചെയ്യുന്നത് എന്തോ തെറ്റായ രീതിയിലാണ് എന്നൊരു തോന്നലുണ്ട്. അതാണ് ഒരു വിഷയം. രണ്ടാമത്തത്, അടുത്ത വീട്ടുകാർ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെന്തോ ചെയ്യാന്നുള്ളൊരു തോന്നൽ ഇയാൾക്ക് തന്നെ ഉണ്ട്. പിന്നെ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പം ചില ആൾക്കാർ ആരും കണ്ട മോശമാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോണത്, അങ്ങനെ ഒരു ധാരണ. ഇത് ഒരു പ്രധാന കാരണമാണ് ഇതിൻ്റെ ഈ ഒരു വിഷയത്തിന് മേഡം ചോദിച്ചതിന് ഒരു വിഷയത്തിന്. അവരെ മാനസികാവസ്ഥയും കേരളത്തിലെ മാനസികാവസ്ഥ രണ്ടാണ്. അതാണ്. അതുപോലെ ഈ പ്രത്യംഗിരി ദേവി ഹോമം, അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു ഹോമമാണ്, പൂജയാണെന്ന്. അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അത് പ്രത്യംഗിരി ഹോമം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ നെഗറ്റീവ് എനർജി, അതായത് നമുക്ക് ദുർബാധകൾ, അതേമാതിരി ശത്രുദോഷങ്ങൾ, മറ്റുള്ള ആഭിചാരങ്ങളൊക്കെ ഒഴിവാക്കാനും അതിൽ നിന്നും മുക്തി നേടാനാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അധികം ആൾക്കാർ ചെയ്യൂല. അപ്പോൾ അത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതായത് ചെയ്യുന്ന തന്ത്രി അത് ചെയ്യണം, വളരെ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറച്ച് കൊണ്ടുവരുന്ന മറ്റുള്ള പൂജകളും കൂടി അതിന് കൂട്ടി യോജിപ്പിച്ചാണ് ചെയ്യാൻ. അതല്ലാണ്ട് ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ സംഗതി ആകെ വഷളാവും. കാരണം ഇത് കർമ്മിക്ക് തിരിച്ചടിയുള്ള ഒരു വിഷയമാണിത്. പാർട്ടിക്ക് ഇത് ശരിയാവും, ചെയ്തു കൊടുത്താൽ അവരെ കാര്യം ശരിയാവും. പക്ഷേ നമ്മൾ കർമ്മം ചെയ്യുന്ന ഒരാൾക്കൊരു വിഷയം വരുമല്ലോ. അപ്പം അതിന് ശാന്തമായിട്ട് മാറ്റണം. കാരണം പ്രത്യംഗിരി എന്ന് പറഞ്ഞാൽ ഭദ്രകാളിൻ്റെ അതിശക്തമായൊരു ഭാവമാണ്. അപ്പോൾ ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിക്കാണ് പ്രത്യംഗിരി എന്ന് പറയുന്നത്. അതാണ് പ്രത്യേകത. ഇതുപോലെ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഹോമങ്ങളുണ്ടല്ലോ, പൂജകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയുമോ? സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിനൊരു വിഷയം എന്താ വെച്ചാൽ നമ്മൾ സമ്പത്ത് അത് കിട്ടുവാനുള്ളൊരു ഭാഗ്യം കൂടി വേണം, ഒരു യോഗം വേണം. അതൊന്ന്, അതാണ് പ്രധാനം. ചുരുക്കി പറഞ്ഞാൽ തലയിലെഴുത്ത് എന്ന് പറയും.
അപ്പോൾ ആ തലയിലെഴുത്ത് ഇല്ലാത്തൊരാൾക്ക് എന്ത് പൂജ ചെയ്തിട്ട് കാര്യമില്ല. ഞാനതൊരു നെഗറ്റീവ് പറയല്ല കേട്ടോ. കാരണം വെച്ചാൽ പല ആൾക്കാരും നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ കോടീശ്വരനാവും എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ പറയാൻ ആളല്ല. കാരണം എന്താ വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഫലം കിട്ടിയില്ലെങ്കിൽ അറിയാലോ വലിയൊരു വിഷമമായി മാറും. കാരണം നമ്മളിത് വിശ്വസിച്ചിട്ടാണ് പലരും ഓരോന്ന് കണ്ടിട്ടും കേട്ടിട്ടും ചെയ്തു നോക്കുന്നത്. അത് ഫലം കിട്ടിയില്ലെങ്കിൽ വളരെ നിരാശയാവും. അപ്പം എനിക്ക് അത് പറയാനില്ല. പക്ഷേ നമ്മൾ ഒരു പ്രോഗ്രസീവ് എന്നുള്ള രീതിയിൽ ആ പൂജകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് എനർജി കൊടുത്ത് അവർക്കുള്ള കുറേ ദോഷങ്ങൾ മാറിയാൽ തന്നെ സമ്പത്ത് വർദ്ധിക്കും. പിന്നെ സമ്പത്ത് വർദ്ധിക്കാനുള്ള കുറേ വേറെ സംഗതികളുണ്ട്. അത് ഭൗതികമായിട്ട് തന്നെ നമ്മൾ കൈക്കൊള്ളണം. അതാണ്. അതെ, ഭൗതികമായിട്ട് നമ്മളിപ്പോൾ ജീവിത ചുറ്റുപാടിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, അതായത് നമ്മൾ കടബാധ്യതകൾ, അതാണല്ലോ മെയിൻ പ്രശ്നങ്ങൾ. ഈ കടബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കടങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണ്. അതായത് ഇപ്പോൾ മേഡത്തിനോട് ഞാൻ ഒരു സംഖ്യ കടം വാങ്ങിയാൽ അതേ അളവ് തന്നെ വീണ്ടും കടം വാങ്ങേണ്ടി വരും. അതൊരു റൊട്ടേഷനാണ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങാതിരിക്കുക എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് വാങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ മേഡം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ കേരളത്തിൽ ഒരുപാട് ഈ പലിശ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അണ്ണന്മാരെന്ന് പറയും തമിഴ്നാട്ടിൽ നിന്ന്. അവർ ഇവിടെ വന്നിട്ട് നമ്മൾ പലിശ കൊടുത്തിട്ട് നമ്മളത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു, അവർ തന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു റൊട്ടേഷനാണ് സംഭവം. അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ മോചനം വന്നാൽ തന്നെ നമ്മൾ സമ്പത്ത് വർദ്ധിക്കും. രണ്ടാമത്തത് നമ്മളൊരു ബേസിക്കായിട്ടൊരു കപ്പാസിറ്റി, അതായത് ഒരു 6 മാസത്തേക്കുള്ള നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനുള്ളൊരു ഫണ്ട് നമ്മൾ റെഡിയാക്കുക എന്നുള്ളതാണ് രണ്ടാമത് വേണ്ടത്. പിന്നെ മൂന്നാമത്തത് പലരും തകർന്നു പോകുന്ന രോഗങ്ങൾ കൊണ്ടാണ്. ആ രോഗങ്ങൾ ഇല്ലാതെയാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യ ശ്രദ്ധിക്കണം. അതിലാണ് പല ആൾക്കാരും നശിച്ചു പോണത്. കാരണം ആസ്പത്രി കേസ് മറ്റുള്ള നമുക്ക് ചികിത്സയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ അതിലാണ് മേഡം നേരത്തെ പറഞ്ഞ പൂജ എന്ന് പറയുന്ന പ്രത്യേകത. അതിൽ പ്രധാന സംഭവം മൃത്യുഞ്ജയ ഹോമമാണ്. മൃത്യുഞ്ജയ പൂജ, ശിവങ്കൽ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗശാന്തിക്ക് വളരെ നല്ലതാണ്. അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അതിൽ തന്നെ രോഗമുക്തി വന്നാൽ തന്നെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും. കാരണം നമുക്ക് ആ പൈസ ഫിനാൻഷ്യലി അങ്ങോട്ട് പോകില്ലല്ലോ. അതാണ് സംഭവം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റുള്ള ഒരു പൂജകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓരോ ഫ്രീക്വൻ്റ് ആയിട്ടല്ലേ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെയല്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ പ്രശ്നം നോക്കിയിട്ട് അയാൾക്ക് എന്താണ് പ്രശ്നം, അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ഒരു മരുന്ന് കുറിക്കുന്ന മരിക്കാണ്. ഒരു ഡോക്ടർ നോക്കിയിട്ട് നമ്മൾ മരുന്ന് ചെയ്യല്ല. അപ്പോൾ ഇയാൾക്ക് ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ 5-6 മരുന്ന് എഴുതും എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ പൂജകളുടെ പ്രത്യേകത. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഒരു പൂജ അയാൾക്ക് ദോഷം മാറാൻ, ഒരു പൂജ അയാൾക്ക് കാര്യസാധ്യത്തിന്. ഇപ്പോൾ ഗണപതി ഹോമം എന്ന് പറഞ്ഞ സംഭവം വെച്ചാൽ കാര്യസാധ്യമാണ്. അപ്പോൾ ഈ ഗണപതി ഹോമം തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ള പൂജകൾ ചെയ്യുക. അപ്പോൾ പ്രത്യങ്കരി മേഡം ചോദിച്ച മാതിരി പ്രത്യങ്കരി ഹോമം എന്ന് പറയുമ്പോൾ ആ പ്രത്യങ്കരി ഹോമത്തിന് സമയമുണ്ട്, അതിൻ്റെ നിഷ്ഠയുണ്ട്. അത് ഒരു ഉപാസനയെ കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറച്ച് കൊണ്ടുവന്ന് വേറെ പൂജകൾ ചെയ്യണം. അതായത് സുദർശന ഹോമം, സുഹൃത ഹോമം, അതൊക്കെ ചെയ്തിട്ട് വളരെയേറെ നല്ല രീതിയിലായി വരണം സംഭവം. അതാണ് കുറച്ച് കൊണ്ടുപോകണം. അതായത് ശാക്തേയമാണ് പ്രത്യങ്കരി, അതിൻ്റെ ശക്തി കുറയ്ക്കാൻ വൈഷ്ണവത്തിനേ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ ഏതാണ്? ഇതിൽ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം പ്രധാനം തന്നെയാണ്. ഒന്നിലേക്ക് മുന്നിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടൊക്കെ പൂജ ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ, ഒരുപാട് വലിയ വലിയ ഹോമങ്ങളും പൂജകളൊക്കെ. അപ്പൊ അതൊക്കെ എന്തിനായിരിക്കും? അല്ലെ, ലക്ഷങ്ങൾ മുടക്കി പൂജ എന്ന് പറയുന്നത് അതിൻ്റെ പൂജേൻ്റെ നീളം വരെയാണ്. അതാണ് ലക്ഷങ്ങൾ മുടക്കുന്നത്. അല്ലാണ്ട് പൂജയ്ക്ക് ലക്ഷങ്ങൾ വേണ്ട. അതായത് നമ്മളിപ്പോൾ ഒരു 7 ദിവസം ഇപ്പോൾ യാഗം ഹോമം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു കോസ്റ്റ്ലി എന്ന് പറയുന്നത് നമ്മൾ എത്ര ദൈർഘ്യം കൊടുക്കുന്നോ അത്രയും കൊണ്ട് പൈസ കൂടും. ഇപ്പോൾ ഒരാൾ അരമണിക്കൂർ കൊണ്ടും അല്ലെ ഒരു മണിക്കൂർ കൊണ്ടും അല്ലെങ്കിൽ 5 മണിക്കൂർ കൊണ്ടൊക്കെ പൂജ ചെയ്യാം. അപ്പോൾ പൂജ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളവിടെ ശരിയായിട്ട് വരുന്നത് വെച്ചാൽ അവരെ പേരിൽ ഹോമിക്കുക, അതേമാതിരി മന്ത്രങ്ങൾ ഉരുവിടുക എന്നുള്ളതാണ്. അപ്പോൾ 3008 ഉരുക്കഴിക്കുക എന്ന് പറയുമ്പോൾ ആ 3008 എനർജി ലെവൽ കൂടും. അതുകൊണ്ടാണ് എത്രയും നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു പൂജ ചെയ്ത് അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് കാര്യം ശരിയാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ പൂജകളൊക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ കൂടി നമ്മുടെ ജീവിതം കുറച്ചും കൂടി. അല്ല, അതിലെന്താ വെച്ചാൽ ഇതിലൊരു സത്തുണ്ട്. സത്വം എന്ന് പറഞ്ഞാൽ ഈ പൂജകൾക്ക് സത്യമുണ്ട്. മേഡം ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം അതാണ്. അത് തമിഴ്നാട്ടുകാർക്ക് ശരിക്കും അറിയാം, അല്ലെങ്കിൽ കർണാടകക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ആന്ധ്രക്കാർക്ക് അതറിയാം. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എനർജി ലെവൽ കൂടും. കാരണം അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അവർ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ വേറെ വിഷയം വെച്ചാൽ കർമ്മത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ, ഉദാഹരണം പറയാണ്,
അവരിപ്പോൾ ഇവിടെ ഈ പലർക്കും അറിയാത്തൊരു വിഷയമായിട്ട് ഞാനിപ്പോൾ പറയാം കേട്ടോ മാഡം ചോദിച്ചപ്പോൾ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പലിശ കൊടുക്കുന്ന അണ്ണന്മാരുണ്ടല്ലോ, അവർ ഇവിടുന്ന് പലിശ മേടിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ പകുതി പൈസ ക്ഷേത്രത്തിലാണ് അവിടെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പാപഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചോളം അത് ചെയ്യുന്നില്ല. പിന്നെ മാഡത്തിന് അറിയാം ശബരിമലയിലത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് തൊഴുത് പോകുമ്പോൾ അന്ന് അയാൾ വീട്ടിലെത്തി, അതായത് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് അയാൾ വീട്ടിലെത്തിയിട്ട് പിറ്റേത്തെ വർഷത്തേക്ക് അവരൊരു ഹുണ്ടിക അറിയും. ആ ഹുണ്ടികയിൽ പൈസ ഇട്ട് തുടങ്ങാം. നമ്മളെ മലയാളികൾ അതല്ല, ശബരിമലയിൽ മാല ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വല്ല വീടിനോ അവർക്ക് പൈസ വാങ്ങിയിട്ടാണ് പോകുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവർ അടുത്ത കൊല്ലത്തേക്ക് ഈ കൊല്ലം ഒരുങ്ങുകയാണ്. അപ്പോൾ അവരുടെ ഭക്തിയുടെ ഒരു ആസക്തി മാഡം ചിന്തിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് എത്ര കാലത്തിനുള്ളിലാണ്, ഓരോ വർഷം കൂടുമ്പോഴാണ് നമ്മൾ ഓരോ ഹോമങ്ങളും പൂജകൾ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെയല്ല. അവരിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഒരു പൂജകൾ ചെയ്യും, കുംഭം മീനമാസത്തിലുണ്ട്, പിന്നെ അവരെ വേറെ പ്രത്യേക അവരുടെ കുടുംബദേവത അതിനെ തൃപ്തിപ്പെടുത്തും. അങ്ങനെ പല സംഗതികളുണ്ട്. അവർ പ്രത്യേകിച്ച് ടൈമിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അവർക്ക് കൂടുതൽ വിശ്വാസമാണ്. ഇപ്പം നമ്മളിപ്പോൾ അവിടെ പൂജ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയില്ല എന്നുള്ളതല്ല. ഇപ്പം മലയാളിയെ സംബന്ധിച്ചുള്ള ഞാൻ കുറ്റം പറയല്ല, ഇവിടുത്തെ സ്വഭാവം പകുതി വിശ്വാസമുള്ളൂ. അപ്പോൾ ഇയാളെന്തോ വന്ന് ഇയാൾ ശരിയാവൂലേ എന്നൊരു സംശയം മലയാളികൾക്കുണ്ട്. ഇത് വളരെ വലിയ അപകടമാണ്. അത് ശരിയായില്ലെങ്കിലും അത് ചെയ്തോട്ടെ എന്നുള്ള മൈൻഡല്ല. മറ്റവരതല്ല. തമിഴ്നാട്ടിലും കർണാടകയൊക്കെ എന്ന് വെച്ചാൽ വളരെയേറെ സ്വീകരിച്ച് അത് സന്തോഷിപ്പിച്ച് അത് ചെയ്ത് അവർ വളരെയേറെ ആനന്ദം കണ്ടെത്തണം അവർ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഗുണങ്ങളുണ്ടാവും. അതാണ് വിശ്വാസമാണല്ലോ. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.